1-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 1. ഹല്ലേലൂയ. ഈ വചനം, ഈ അധ്യായം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നേ. ഇതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ റോമരുടെ ഇടയില്, റോമൻസിന്റെ ഇടയിലോട്ട് തിരിച്ചു പോകുക. അപ്പൊ തിരിച്ചു പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർക്ക് എഴുതുന്ന ഒരു ലേഖനത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ അവരെ കുറിച്ച് എഴുതുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുക, ഇതിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുക, അതിന്റെ 10-ാം വാക്യത്തിനകത്ത്, റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 10, 11, ആ ഭാഗങ്ങൾ, 10 തൊട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ പറയുകയാണ്. One of the things I always pray for is the opportunity, God willing, to come at last to see you. For I long to visit you. കാരണം പറയാ, 11-ാം വാക്യം പറയാ, For I long to visit you so I can bring you some spiritual gift that will help you grow strong in the Lord. അതിന്റെ 12 പറയാ, When we get together, I want to encourage you in your faith, but I also want to be encouraged by yours. എന്ന് വായിച്ച് 10, 11, 12. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളെ ശക്തീകരിക്കുവാനും ആത്മീയപരം വല്ലതും നിങ്ങൾക്ക് നൽകുവാനും, നിങ്ങളെ ശക്തീകരിക്കുവാനും നിങ്ങൾക്ക് ആത്മീയ വരങ്ങൾ വല്ലോ നൽകുവാനും. പൗലോസിന്റെ പ്രാർത്ഥന ഭയങ്കര ആഴത്തിലുള്ള, ഇന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേര് കാണും അല്ലേ? നമ്മള് വിശ്വാസി സമൂഹമാ, നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞവര്, ഈ ലോകത്തിന്റെ വെളിച്ചം, ഭൂമിയുടെ ഉപ്പ് ആയിട്ടിരിക്കുന്നവര്. നമ്മളിൽ എത്ര പേരുണ്ട് ഒരിടത്ത് പോകുമ്പം, ഒരു വീട്ടിലോട്ട് പോകുമ്പം, അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോകുമ്പം നമ്മൾ എത്ര പേരുണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്, കർത്താവെ, ഞാൻ അവിടെ ചെല്ലുമ്പം എന്നിൽ നിന്നൊരു ആത്മ പകർച്ച് അവർക്കുണ്ടാവണമെന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, വളരെ കുറച്ച് ആൾക്കാരെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. പലവരും വിചാരിക്കുന്ന ഞാനൊരു സാധാരണ ഒരു വ്യക്തിയാ, ഒരു സാധാരണ ക്രിസ്ത്യൻ ആണെന്ന് പോലും ചിന്തിക്കത്തില്ല, ഒരു ക്രിസ്ത്യാനിയാണെന്ന് പോലും തലയ്ക്കകത്ത് കയറത്തില്ല അല്ലേ? അത് ജാതിയും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മതമൊക്കെ ആയിട്ട് അങ്ങ് മാറ്റി വെച്ചിരിക്കുക. തിരുവചനം പറയുന്ന, ആര് ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി ക്രിസ്തുവിനെ വിശ്വസിക്കുന്നോ അവരൊക്കെ ക്രിസ്തുവിന്റെ അനുയായികള് അല്ലേ? അപ്പം ക്രിസ്ത്യാനി എന്ന പേര് വരണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനായിരിക്കണം. വെച്ചാൽ ക്രിസ്തുവിനെ പോലെ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ കരുണ, യേശുവിന്റെ കരുതൽ, യേശുവിന്റെ പിന്നാലെ, യേശുവിന്റെ പഠിപ്പീര് ഫോളോ ചെയ്യുന്നു, അതിനനുസരിച്ച് ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പം യേശു എൻ്റെ ദൈവമാണ്, യേശു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് എൻ്റെ പാപങ്ങൾ മോചിച്ചു, യേശുവിന് ലോകത്തിന്റെ പാപം മോചിക്കാൻ വേണ്ടിയാ യേശു വന്നത്. ഇതൊക്കെ ബോധ്യം അകത്ത് കിടന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു വ്യക്തി. ഹല്ലേലൂയ. അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് പറയുന്നത്, ആ ക്രിസ്ത്യൻ ഫ്രറ്റേണിറ്റി, ബ്രദർഹുഡ്, ആ സ്നേഹം, ഇതൊക്കെ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ആ സ്നേഹത്തിലെല്ലാം ചെയ്യുന്ന ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. അപ്പം പൗലോസ് പറയുക, ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ ഞാൻ കാത്തിരിക്കുക. ഞാൻ എന്തിനാ കാത്തിരിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങൾക്ക് എൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് എന്തേലും ആത്മവരങ്ങള് നിങ്ങൾക്ക് തരുവാൻ. എന്തിനാ എൻ്റെ അകത്ത് കിടക്കുന്ന ആത്മവരങ്ങള് നിങ്ങൾക്ക് പകരാൻ എനിക്ക് ആഗ്രഹം? നിങ്ങള് വളർന്ന്, ഹല്ലേലൂയ, ക്രിസ്തുവിൽ ബലപ്പെട്ടു വരുവാൻ. ഹല്ലേലൂയ. സ്തോത്ര. 11-ാം വാക്യം, 11, റോമൻസ്, നിങ്ങളെ ശക്തീകരിക്കുവാനും ആത്മീയപരം വല്ലതും നിങ്ങൾക്ക് നൽകുവാനും, ആത്മീയ വരങ്ങൾ വല്ലതും നിങ്ങൾക്ക് തരുവാനും, നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോട് കൂടി എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന്. കണ്ട, അതിന്റെ 12-ാം വാക്യം, നിങ്ങളും ഞാനും ഒത്തൊരുമിച്ച്, നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുമ്പോ വിശ്വാസത്താൽ നിങ്ങളോടുകൂടി എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിനുമാണ് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ ആത്മീയതയിൽ ബലപ്പെടുത്തുക മാത്രമല്ല, പക്ഷെ
നിങ്ങളുടെ ആത്മീയത കണ്ടിട്ട്, നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിട്ട്, നിങ്ങളുടെ ഉപവാസം കണ്ടിട്ട്, നിങ്ങളുടെ സ്തോത്ര കാഴ്ചകളും സ്തോത്ര വഴിപാടുകളും കണ്ടിട്ട്, നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് എനിക്കും ഒന്ന് ബലപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് നമ്മള് വേറൊരു തരം ലോകത്തിന്റെ നിയമങ്ങളുടെ കീഴിലൊക്കെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അല്ലെ. ലോകത്ത് പലയിടത്തും പല കാര്യങ്ങളും കാണുന്നുണ്ട്. ഇന്ന് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനയും ഇങ്ങനത്തെ പ്രവൃത്തിയും ഒക്കെ ഒന്നും കൂടെ നിർബന്ധമായിട്ടിരിക്കുന്നു. നമ്മൾ പോകുന്നിടത്ത് നമ്മളുടെ പ്രാർത്ഥനകൾ ഇതായിരിക്കണം. കർത്താവെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ആവർത്തന പുസ്തകം പറയുന്നു, നീ ഇറങ്ങുന്നതും നീ വരുന്നതും അനുഗ്രഹമാണ്. വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നതും വീട്ടിനകത്ത് വരുന്നതും ഒക്കെ അനുഗ്രഹം. അല്ലെങ്കിൽ നമ്മളൊരു അടുത്ത് ചെല്ലുന്നതും നമ്മൾ വരുന്നതും ഒക്കെ അനുഗ്രഹം. നമ്മളുടെ വീടിന്റെ വാതിലിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ലോകത്തിനൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. നമ്മൾ മടങ്ങി വരുമ്പോഴേ നമ്മൾ എവിടെ ചെല്ലുന്നിടത്തും നമ്മളൊരു അനുഗ്രഹമാണ്. പൗലോസിന്റെ പ്രാർത്ഥന പോലത്തെ ഒരു പ്രാർത്ഥനയായിരിക്കണം ഹല്ലേലൂയ നമ്മളില് പലവരിലും ഉള്ള ആ പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? കർത്താവെ, ഞാൻ പോകുമ്പോൾ എൻ്റെ അകത്ത് കിടക്കുന്ന ഈ ആത്മീയ വിശ്വാസം, എൻ്റെ അകത്ത് കിടക്കുന്ന ഈ നന്മകള്, എൻ്റെ അകത്ത് കിടക്കുന്ന വെളിപാടുകള്, ദർശനങ്ങള്, എൻ്റെ അകത്ത് കിടക്കുന്ന ആത്മീയ സമ്പത്തുകള്, ഞാൻ പോകുന്ന വഴിയില് അല്ലെങ്കിൽ ഞാൻ എത്തുന്നിടത്ത്, ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആ കുടുംബത്തിൽ ചെല്ലുമ്പം, അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് ചെല്ലുമ്പം, അവരുടെ ഇടയിൽ ചെല്ലുമ്പം, ഹല്ലേലൂയ, എൻ്റെ അകത്ത് കിടക്കുന്നത് അവരെ സ്പർശിക്കണം. ഹല്ലേലൂയ. ഇവിടാണ് യേശു കർത്താവ് പറഞ്ഞ, ഞാൻ ലോകത്തിന്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പും ആയിത്തീരുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ വിശ്വാസവും കൂടെ കണ്ടിട്ട് എൻ്റെ അകത്ത് നല്ല ബലമുണ്ടാണ്. ഇത് ആരോടാ പറയുന്നത്? പൗലോസ് ചെന്ന് വിശ്വാസത്തിൽ ഉറപ്പിച്ചവരോടാ പറയുന്നത്. ഇനി ഞാൻ മടങ്ങി വരുമ്പോ നിങ്ങളുടെ വിശ്വാസം എന്നെ ധൈര്യപ്പെടുത്തണം. ഇനി ഞാൻ മടങ്ങി വരുമ്പോ, അല്ലെ, നമ്മുടെ ചിലപ്പോ മക്കള് അടുത്തില്ലാത്തവര് കാണും. പക്ഷെ ഈ മക്കളുടെയോട് ചെന്ന് സുവിശേഷം, അല്ലെങ്കിൽ മക്കളെ വീട്ടിനകത്തുനിന്ന് ഇറക്കി വിട്ട് അവരെ നല്ല ആത്മാവിലൊക്കെ വളർത്തിയെടുത്തിട്ട് പുറത്തേക്ക് വിട്ടിട്ട് ആ മക്കള് മടങ്ങി വരുമ്പോ അകത്തൊരു പ്രാർത്ഥന കാണണം. കർത്താവ്, ഇനി അവൻ മടങ്ങി വരുമ്പോ, അല്ലെങ്കിൽ ഇനി ഞാൻ അവനെ കാണുമ്പോ ഞാൻ കഴിഞ്ഞ വർഷം കണ്ടതുപോലല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം കണ്ടതുപോലല്ല, അവനിൽ ഒന്നും കൂടെ ആത്മീയ വർധനവ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു ആഗ്രഹം കാണണം നമുക്ക് എല്ലാവരുടെയും അകത്ത്. ഈ ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുവിന്റെ പിന്നാലെ ഇറങ്ങുന്നവർക്ക് സാധാരണ ഈ ലോകത്ത് കിടക്കുന്ന വെറും സാധാരണ പ്രാർത്ഥനയായിരിക്കില്ലേ? എൻ്റെ കടഭാരം മാറണം, എനിക്കൊരു വീടുണ്ടാവണം, രോഗം മാറണം, എനിക്ക് സുഖമായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കണം, എൻ്റെ പാപത്തിൽ നിന്ന് എനിക്കൊന്ന് ഓടാൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇതായിരിക്കല്ലേ ഒരു സാധാരണ. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. അതൊരു സാധാരണ ഒരു ജഡത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തൊരു പ്രാർത്ഥന, ഞാൻ മൂലം ദൈവരാജ്യം വലുതാകണം. ഹല്ലേലൂയ. ദൈവരാജ്യം വലുതാകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഞാൻ തൊടുന്നവരും എന്നെ തൊടുന്നവരും ദൈവരാജ്യം അനുഭവിച്ചിരിക്കണം. ഞാൻ തൊടുന്നവര്, ഞാൻ സംസാരിക്കുന്നവര്, എന്നോട് വന്ന് സംസാരിക്കുന്നവര്, ഞങ്ങൾക്കൊരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാവണം. ഹല്ലേലൂയ. അവരുടെ അകത്ത് എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ, ഞാൻ അവരോട് ഇടപെടുമ്പോൾ ഒക്കെ അവര് സ്വർഗം കണ്ടതിന് തുല്യമായി തീരണം. ഹല്ലേലൂയ. അവര് പറയണം, പ്രത്യേകതയുണ്ട്, എന്നാലേ അവര് വീണ്ടും വീണ്ടും തിരിച്ചു വരത്തുള്ളൂ, എന്നാലേ അവര് വീണ്ടും വീണ്ടും ഫോൺ വിളിക്കത്തുള്ളൂ. എന്തിനാണെന്നറിയോ? ആ ഒരു വാക്ക് കേൾക്കാൻ. എന്നാലേ നമ്മുടെ ചുറ്റിനും വന്നൊന്ന് നിൽക്കത്തുള്ളൂ. എന്തിനാ? നമ്മുടെ വായിലെ ആ സംസാരം ഒന്ന് കേൾക്കാൻ. എന്താന്ന് വെച്ചാൽ അവര് പറയും, എന്തോ ഒരു വ്യത്യാസമുണ്ട്, മറ്റുള്ളവരെ പോലെ അല്ല. അല്ലെ, ഈ ആകർഷണം കിടക്കുമ്പോഴാണ് ദൈവത്തിന്റെ രാജ്യം അവരുടെ അകത്ത് വളരാൻ സാധിക്കുന്നത്. കൃഷിക്കാരനെ കുറിച്ച് എന്താ പറഞ്ഞേ? കൃഷിക്കാരനെ കുറിച്ച് പറഞ്ഞത്, കൃഷിക്കാരൻ വിത്തിട്ടങ്ങ് പോകുക, അല്ലെ, വാരിയിട്ടോണ്ട് അങ്ങ് പോകുക, അത് അവിടെ കിടന്ന് ക്രിയ ചെയ്യും. സ്തോത്രം. പൗലോസും പറയാ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് വന്നതാ, നിങ്ങളോട് സുവിശേഷം പറഞ്ഞ ഒക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുക, അല്ലെ, ഇനി ഞാൻ വരുമ്പോ എന്തെങ്കിലും ഒരു ആത്മീയ ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് തരുവാൻ. പക്ഷെ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഗസ്റ്റ് വരുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ ഓർക്കും, അയ്യോ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം. എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് പോയിരുന്നൊന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവെ, അവരെന്റെ വീട്ടിലോട്ടാ വരുന്നേ, എൻ്റെ വീട്ടിൽ വന്ന് കാല് കുത്തുമ്പോൾ അവര് ദൈവരാജ്യത്തിനകത്തോട്ടാ കാല് കുത്തുന്നത്. നമ്മുടെയൊക്കെ ഭവനങ്ങൾ സാധാരണക്കാരുടെ ഭവനങ്ങളാണോ?
അല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് വിളിച്ചു പറയണം, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായത് കാരണം, ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നതായത് കാരണം, ഞാൻ കൈയടിച്ചും സ്തോത്രം പറഞ്ഞും പാട്ടുപാടിയും വചനം പറഞ്ഞും പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമായത് കാരണം ഇത് ദൈവരാജ്യമാ. എൻ്റെ വീട്ടിനകത്ത് കാല് കുത്തി കേറുന്ന വ്യക്തി ദൈവരാജ്യത്തിനകത്തോട്ടാ കാല് വെച്ച് കേറുന്നത്. ഹല്ലിയ. ആ കേറി വരുന്ന വ്യക്തിയുടെ ഹല്ലേലൂയ അവരുടെ സങ്കടങ്ങൾ മാറണം, അവരുടെ നിരാശ മാറണം, അവരുടെ കാഴ്ചപ്പാട് മാറണം, അവരൊരു പുതിയ വ്യക്തിയായിട്ട് ഇറങ്ങിപ്പോകണം. ഹല്ലേലൂയ. വിടുതൽ നടക്കുക. അവിടെ ഒരു കൈവപ്പും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും ചെയ്യേണ്ട. വിടുതൽ സംഭവിക്കുക. നമ്മുടെ ഭവനത്തിൽ കയറുന്നവര് വിടുതലും കൊണ്ട് ഇറങ്ങിപ്പോകണം. ഹല്ലിയ. നമ്മളെ തൊടുന്നവര് രോഗസൗഖ്യം കൊണ്ട് പോകണം. ഹല്ലിയ. നമ്മളോട് സംസാരിക്കുന്നവര് ഉള്ളു തുറന്ന് അവരുടെ കാഴ്ചപ്പാട് മാറിപ്പോകണം. ഹല്ലേലൂയ. ഈ ഉയർന്ന നിലവാരത്തിലെ ക്രിസ്തീയ വിശ്വാസത്തിനെ കുറിച്ച് പൗലോസ് പറയുന്നത്. ചിലപ്പോൾ ആരെങ്കിലും എന്നോട് പറയൂ, അത് പൗലോസിന് സാധിക്കുമായിരുന്നു, പൗലോസ് അത്ര പരമവിശുദ്ധനായിട്ട് ജീവിച്ചത്, എന്നെ കൊണ്ട് ഇപ്പൊ ഒന്നും പറ്റത്തില്ല, എന്റെ മുമ്പിൽ രണ്ട് യൂട്യൂബ് കിടക്കുന്നു, അത് കിടക്കുന്നു, ഇത് കിടക്കുന്നു, കുറെ സംഭവങ്ങൾ കിടക്കുന്നു. ഒന്നും അല്ലെന്നേ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന വ്യക്തികളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അന്നേരം വീണ്ടും എന്നോട് ചിലവര് പറയും, അയ്യോ അവരൊക്കെ ഭയങ്കര ആത്മാവിൽ നിറഞ്ഞവരെ കുറിച്ച് അല്ല. യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പറയാൻ പറ്റത്തില്ല. ഇന്ന് യേശു എന്റെ കർത്താവാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവരെ കൊണ്ടൊക്കെ ഇത് സാധ്യമാ. ഹല്ലിയ. ഇന്ന് തീരുമാനമെടുക്കണം. എൻ്റെ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആരുടെങ്കിലും വീട്ടിൽ പോകുവാണെങ്കിൽ എൻ്റെ സംസാരം അവർക്ക് ഇഷ്ടമാവണം, എൻ്റെ വേഷം അവർക്ക് ഇഷ്ടമാവണം. ഇതൊന്നും അല്ല, പക്ഷെ എൻ്റെ സംസാരത്തിലൂടെ സ്വർഗരാജ്യത്തിനകത്തേക്ക് അവർ കയറണം. എന്നെ നോക്കുമ്പം ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ അകത്തൊരു ആത്മീയ ഡിപ്പോസിറ്റ് ഉണ്ടാകണം. അവരും ദൈവരാജ്യത്തിന്റെ അവകാശികളാവണം. അവരുടെ വീടും വിടുതൽ പ്രാപിക്കണം. ഞാൻ അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് കേറിയാൽ മതി. സ്തോത്രം. അവിടെ ഞങ്ങൾ എന്ത് കറി വെച്ചു, എന്ത് ബിസിനസ് ചെയ്തു എന്നല്ല സംസാരം, പക്ഷെ അവിടെ അന്തരീക്ഷം മാറുന്ന ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ചലിക്കണം. ഹല്ലിയ. പൗലോസിന് നല്ല ധൈര്യം ഉണ്ടായിരുന്നു. എന്താ? പൗലോസിന്റെ കൂടെ ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നടക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ 13-ാം വാക്യത്തിനകത്ത് പറയാ, I want to work among you and see spiritual fruit just as I have seen among other Gentiles. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഞാൻ വേല ചെയ്തിട്ട്, 13-ാം വാക്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ വേല ചെയ്തിട്ട് എനിക്ക് നിങ്ങളുടെ ഇടയിലുള്ള ആത്മഫലങ്ങളെ എനിക്ക് കാണണം. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് എനിക്ക് വലിയ താല്പര്യം റോമിൽ വന്ന് നിങ്ങളോട് കർത്താവിന്റെ സത്യസുവിശേഷം പറയുവാൻ. കണ്ടോ പൗലോസിന്റെ തിടുക്കം, ചെന്ന് സദ്വാർത്ത പറയുവാൻ. ഇന്നത്തെ കാലത്ത് നമ്മളുടെ അകത്ത് ഇതിലും ഇരട്ടി ദാഹമുണ്ടാവണം, ഇതിലും ഇരട്ടി തിടുക്കമുണ്ടാവണം ഈ സദ്വാർത്ത ഒന്ന് ഘോഷിക്കാൻ. ആ വാക്യം ഒന്ന് വായിച്ച്, 13-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് മറ്റു ജാതികളിൽ നിന്ന് എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് വീണ്ടും 15-നകത്ത് പറയുന്നു, അതുകൊണ്ട് ഞാൻ തിടുക്കത്തില്ല നിങ്ങളുടെ ഇടയിൽ വന്ന് സദ്വാർത്ത പറയാൻ. എന്നിട്ട് 16-ാം വാക്യം പറയുക, ഈ സദ്വാർത്തയെ കുറിച്ച്, ഈ സദ്വർത്തമാനത്തിനെ കുറിച്ച്, ഈ നല്ല സുവിശേഷത്തിനെ കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്നേ. എന്താന്ന് വെച്ചാൽ ഇത് ദൈവത്തിന്റെ ശക്തിയാ പരിവർത്തിക്കുന്നേ. കണ്ടോ, നമ്മൾ എവിടെ ചെന്ന് ബൈബിളിനകത്തുള്ള പുതിയ നിയമത്തിനകത്തുനിന്ന് യേശു നിറഞ്ഞ് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പൗലോസ് പറയുക, ഇറ്റ് ഈസ് എ പവർ ഓഫ് ഗോഡ് അറ്റ് വർക്ക്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി അവിടെ പരിവർത്തിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മള് കർത്താവിന്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ മതി, യേശു വേണ്ട എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, നിങ്ങൾക്ക് കേൾക്കണോ?
എന്ന് പറഞ്ഞ് നമ്മുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ മതി, അന്തരീക്ഷം അവിടെ മാറും. വാ നിറച്ച് ഒരുപാട് വചനം ഒന്നും അറിയത്തില്ലെങ്കിലും, ഒരുപാട് പ്രാർത്ഥനയൊന്നും അറിയത്തില്ലെങ്കിലും, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇന്ന് കർത്താവിന് എന്താ പറ്റിയിരിക്കുന്നത് ഇന്ന് ചോദിക്കണം. യേശുവെ, ഞാൻ എന്താ കാരണം, ഞാൻ അങ്ങയിൽ പറ്റിച്ചേർന്നിരിക്കാൻ കാരണം? അപ്പം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും എന്താ പറ്റിച്ചേർന്നിരിക്കാൻ കാരണം. ഇതാണ് സാക്ഷ്യം. ചെന്നിട്ട് കാണുന്നവരോട് പറയണം, ഹല്ലേലൂയ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തൊട്ട് തിരിച്ചു വരുന്നത് വരെ ഇതായിരിക്കണം പ്രാർത്ഥന. കർത്താവെ, ഞാൻ പോകുന്ന വഴികളിലൊക്കെ ആരെങ്കിലും എനിക്കിന്ന് സ്പർശിക്കാൻ ഇടയാകണം. ചിലപ്പോൾ എൻ്റെ ചിരിയും കൊണ്ടായിരിക്കും. ഞാൻ ചിരിക്കുമ്പോൾ ആരെങ്കിലും നിന്നിട്ട് ചോദിക്കണം, എന്താ എന്നെ നോക്കി ചിരിച്ചത്? നമ്മൾ തമ്മിൽ പരിചയമുണ്ട്. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടായിട്ടാണോ? ഞാൻ പറയും, പരിചയമുണ്ട്, എനിക്ക് എന്തോ ഇങ്ങനെ ഓർത്ത് ഇന്നടുത്താണോ, അങ്ങനെ പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടും. കർത്താവിനെ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. സ്തോത്രം. നമുക്ക് ആ ഒരു ദാഹം നമ്മളുടെ അകത്തുണ്ടാവണം. എന്താണെന്നറിയോ? ദിസ് ഇസ് ദ ഗുഡ് ന്യൂസ്. ഇതിനെ പറയുന്നത് സദ്വർത്തമാനം എന്നാ പറയുന്നത്, നല്ല വാർത്ത എന്നാ പറയുന്നത്. ഈ നല്ല വാർത്ത കേൾക്കാൻ ലോകം കൊതിച്ചിരിക്കുക. എന്താണെന്നറിയോ? ഇന്ന് ലോകത്ത് കേൾക്കുന്ന ന്യൂസ് എല്ലാം കൊള്ളാത്ത ന്യൂസാ. ന്യൂസ് പേപ്പർ എടുത്താൽ കൊള്ളാത്ത വാർത്തയാ. ഇതൊക്കെ കണ്ടും കേട്ടും ആൾക്കാരുടെയൊക്കെ കണ്ണും തള്ളി ഭയന്നാ അവരിയ്ക്കുന്നേ. അതിൻ്റെ ഇടയിൽ നമ്മൾ പറയുന്ന ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള സദ്വാർത്ത ലോകം ദാഹത്തോടെയാ നോക്കിയിരിക്കുന്നത്. ഞങ്ങൾക്കും ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് വരുത്തിയാൽ മതി. ഞാൻ ബൈബിൾ പ്രീച്ച് ചെയ്യാന്നൊന്നും പറയണ്ട, പക്ഷെ നമുക്കറിയാവുന്ന ക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു സമാധാനത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ശ്രദ്ധിക്കണം, അന്തരീക്ഷം മാറും. അവര് പറയും, അയ്യോ ശരിയാ എന്ന് പറയും. ഇങ്ങനെ അവർ തിരിച്ചു വരും, അവര് മടങ്ങി വരും. വീണ്ടും നമ്മളിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ പരിശുദ്ധാത്മാവ് നയിക്കും, ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ. കണ്ട വേർഡ് ഓഫ് ഗോഡ് അവിടെ പറയുന്നത് 16 പറയാ, for I am not ashamed of this good news about Christ. It is the power of God at work, saving everyone who believes. എന്ന് വായിച്ചു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ജാതികൾക്കും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ദൈവത്തിന്റെ ശക്തി, ഇറ്റ് ഇസ് എ പവർ ഓഫ് ഗോഡ് അറ്റ് വർക്ക്. അപ്പം എന്നോട് ചിലവര് ചോദിക്കും, പക്ഷെ യേശുവിനെ വിശ്വസിക്കാത്തവരുടെ ഇടയിൽ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അടി കിട്ടത്തില്ലേ? ഒന്നുമില്ല. ദൈവത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. സകലത്തിനെയും കീഴ്പ്പെടുത്തുന്ന ശക്തിയാ. ചിലപ്പം ചിലവര് കേട്ടില്ലെന്നിരിക്കും. ചിലവര് പറയും, ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കട്ടെ, ഞങ്ങൾ ഇന്ന മതം ആചരിക്കുന്നവര്. ആയിക്കോട്ടെ, ശരി, പൊക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ വിത്തിട്ടോ? വിത്തിടാൻ കർത്താവ് സാധിപ്പിച്ചോ? അത് ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു നാളിൽ വളരും. ഹല്ലേലൂയ. എവിടെങ്കിലും വെച്ച് അവരുടെ ഹൃദയത്തിനകത്ത് ഒരു ആശ്വാസം വരും. കഴിഞ്ഞ ദിവസം എൻ്റെ മമ്മി ഞങ്ങൾ ഈ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയില് ഒരു ചേച്ചിയെ കുറച്ച് ദിവസങ്ങൾക്ക്, ആഴ്ചകൾക്ക് മുമ്പ് കണ്ടതാ. അത് കഴിഞ്ഞ് വീണ്ടും അവരെ കഴിഞ്ഞ ദിവസം കാണാനിടയായപ്പോ അന്ന് അവരോട് ഏതാണ്ട് ഒരു ഇച്ചിരി ഭാഗം ഒന്ന് പറഞ്ഞ് അവര് തിരക്ക് വെച്ച് അവരെന്തോ കേട്ടു. പക്ഷെ ഇപ്പൊ അവരെ 2-3 ദിവസം മുമ്പ് അവരെ കണ്ടപ്പോൾ അവരിൽ ഒരുപാട് മാറ്റമുണ്ട്. അവരുടെ ആരോഗ്യത്തിന് ഒരുപാട് മാറ്റമുണ്ട്. അത് കഴിഞ്ഞ് അന്ന് അവർ ഒരുപാട് സംസാരിച്ചില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം മമ്മി അവിടെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഒന്നിരുന്നേ, എനിക്കൊന്ന് സംസാരിക്കണം. എന്നിട്ട് അവരുടെ ഉള്ളിൽ കിടന്നത് മൊത്തം അവര് സംസാരിച്ചു. ഹല്ലേലൂയ. മുൻ പരിചയമൊന്നുമില്ല. കുറെ ആഴ്ചകൾക്ക് മുമ്പ് എന്തോ കണ്ട് അവരോട് എന്തോ ഒരു ഇച്ചിരി ഒന്ന് പറഞ്ഞ് കൊടുത്തതേ ഉള്ളൂ. പക്ഷെ അവർക്ക് അന്നൊരു വലിയ തിരക്കായിരുന്നു, വലിയ തിടുക്കമായിരുന്നു. അവര് അധികം ഒന്നും കേട്ടില്ല, കുറച്ചേ കേട്ടുള്ളൂ. പക്ഷെ ആ കേട്ടത് അവരുടെ അകത്ത് മാറ്റം കൊണ്ടുവന്നു. അവർക്കത് തിരിച്ചറിഞ്ഞു. അവരുടെ ആരോഗ്യത്തിൽ അത് മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം അവര് മമ്മിയെ കൈ കിട്ടിയപ്പോൾ അവര് പറഞ്ഞു, ഒന്നിരുന്നേ, ഞാനൊന്ന് പറയട്ടെ, എനിക്ക് എന്താണെന്നറിയത്തില്ല, ഒന്നും എനിക്ക് പറയണം. അവര് പറഞ്ഞെല്ലാം കഴിഞ്ഞ് അവർക്ക് ആശ്വാസമുണ്ട്. ഇതെന്തുവായിരുന്നു? സദ്വാർത്ത അവരിൽ പരിവർത്തിച്ചതാ. അത് കാരണം അന്ന് അവര് കേട്ട സദ്വാർത്ത അവരുടെ അകത്ത് പരിവർത്തിച്ചു. പിന്നെ അവര് കണ്ടപ്പോ
അവർക്ക് പറയാൻ തോന്നി, അവരുടെ ഉള്ളൊന്ന് തുറക്കാൻ തോന്നി. ഇതേ പൗലോസ് പറഞ്ഞു, ഞാൻ വരുമ്പം എൻ്റെ ആഗ്രഹം ഇതാണ്, എൻ്റെ അകത്ത് കിടക്കുന്ന എന്തെങ്കിലും ഒരു ആത്മീയ നന്മ നിങ്ങളിലൊന്ന് പകരുവാൻ. അപ്പം നമ്മളെ കണ്ടവർക്ക്, എൻ്റെ മമ്മിയെ കണ്ടവർക്ക് എന്തുണ്ടായി? ഒരു ആത്മീയ നന്മ അവർക്കുണ്ടായി. അവരുടെ അകത്ത് ഒന്ന് സമാധാനം കയറി. സമാധാനം കയറിയപ്പോൾ അവരോർത്തു, ഇനി ഇവരെ കണ്ട എനിക്ക് എല്ലാം ഒന്ന് പറയണം, എൻ്റെ ഉള്ളൊന്ന് ക്ലിയർ ആക്കണം. അവരെല്ലാം പറഞ്ഞ് അവരുടെ ഉള്ളൊന്ന് തുറന്നു വെച്ചു. സദ്വർത്തമാനം ചെയ്യുന്ന, ഇറ്റ് ഇസ് എ പവർ ഓഫ് ഗോഡ് അറ്റ് വർക്ക്. നമ്മൾ ഓർക്കും, അയ്യോ ഞാൻ പറയുന്ന ഒന്നുമില്ല, ഞാൻ പറയുന്ന ഒന്നും ഒരു കാലം എൻ്റെ സാക്ഷിയൊക്കെ എന്തോ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്ക് എന്തോ ചെയ്യാനാ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വാക്കിന്റെ മേൽ പരിവർത്തിച്ചിട്ട്, നമ്മൾ പറയുന്ന നിസ്സാരം വാക്കായിരിക്കും, നമ്മൾ പറയും കൊച്ചു പിള്ളേർക്ക് ഇതിലും നല്ലതായിട്ട് പറയാം, പക്ഷെ ഈ വാക്കിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ച്, അതാ വചനം പറയുന്നത് അല്ലെ, ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചിട്ട് ഇത് അവരുടെ ഹൃദയത്തിനകത്ത്, കാതിനകത്ത് ഒക്കെ കേറുമ്പോൾ ഇത് വലിയ വാർത്തയായി മാറും. ഹല്ലി, അവരെ മാറ്റിമറിക്കുന്നേ, ആശ്വാസം പകരുന്നേ, ചിലപ്പോൾ രോഗസൗഖ്യം കൊണ്ടിരുന്നേ. ഞാൻ പറഞ്ഞ ഈ മമ്മി കണ്ട ആ വ്യക്തി, അവർക്കൊരു രോഗസൗഖ്യമാണ് ഉണ്ടായത്. ആദ്യം അവർ കണ്ടു കഴിഞ്ഞ് അവർക്കൊരു രോഗസൗഖ്യം ഉണ്ടായത്. അവരുടെ അകത്ത് രോഗസൗഖ്യം, മാനസാന്തരം, പാപത്തിൽ നിന്ന് വിട്ടോടുവാനുള്ള കൃപ പലതും കർത്താവ് ചെയ്തു കൊടുക്കും. ഹല്ലേലൂയ. നിസ്സാരമല്ല. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. ഇന്ന് തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാത്തവർ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണാൻ ഇടയാകണം, അങ്ങയെക്കുറിച്ചൊന്ന് പറയുവാൻ, എനിക്കുണ്ടായ അങ്ങിലുണ്ടായ ഒരു അനുഭവം ഒന്ന് പറയുവാൻ. ആ വ്യക്തിയെ ഒന്ന് മാറ്റിയെടുക്കണം, ആ വ്യക്തിയെ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കി തീർക്കണം. ഹല്ലേലൂയ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലൂടെ ഒന്ന് വ്യാപരിക്കണം. എനിക്കൊന്നൊരു ആത്മാവിനെ നേടാൻ ഇടയാവണം. ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഇങ്ങനെ പറയുവാൻ ഇടയാകണമെന്നുള്ള വലിയ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഈ ലോകം എത്രയധികം മാറും. ഈ ലോകം സദ്വാർത്ത കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക. അവർക്കറിയത്തില്ല. അവരറിഞ്ഞിരുന്നെങ്കിൽ ഈ ക്രിസ്തുവിന്റെ പിന്നാലെ നിന്ന് അവർ ന്യൂസ് പേപ്പറിനകത്തോട്ട് പോകത്തില്ലായിരുന്നു. ഹല്ലിയ. അല്ലെങ്കിൽ അവര് കേൾക്കുന്നതും കാണുന്നതുമായ സംഭവങ്ങൾ കേട്ട് ഭ്രമിച്ചിരിക്കത്തില്ലായിരുന്നു. അവര് പലരും കള്ളുഷാപ്പിനകത്തും സിഗരറ്റിന്റെ പിന്നാലെയും കിടക്കത്തില്ലായിരുന്നു. കഞ്ചാവിന്റെയും ഒക്കെ കീഴില് കിടക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ബുദ്ധിയില്ലാതെ പലതും ആൾക്കാർ പ്രവർത്തിക്കത്തില്ലായിരുന്നു. സ്തോത്രം. ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക ഈ സദ്വാർത്ത കൊണ്ട് നടക്കുവാൻ. പ്രാർത്ഥിക്കണം. കർത്താവേ, ഹല്ലെ, എനിക്ക് ഒരു വ്യക്തിയോട് ഒരു ദിവസമെങ്കിലും യേശുവിനെ കുറിച്ചൊന്ന് പറയാൻ ഇടയാവണം. എൻ്റെ സാക്ഷ്യം ഒന്ന് പറയാൻ ഇടയാവണം. ഹല്ലിയ. എനിക്ക് എന്തെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ ഇടയാകണം. എന്താണെന്നറിയോ? എന്നിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയ. ഹല്ലിയ. ഈ ദൈവത്തിന്റെ ശക്തിക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കും. ഹല്ലിയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ യേശുവിനെ കുറിച്ച് എന്തെങ്കിലും, എനിക്ക് യേശുവിന് വേണ്ടി പകരം ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവെ, പരിശുദ്ധാത്മാവെ, അവരുടെ അകത്ത് ഈ ദാഹം കൊണ്ടിട്ട് ദൈവത്തിന്റെ വലിയ ശക്തി അവരിലൂടെ പ്രവർത്തിച്ച്, ഹല്ലിയ, കർത്താവിനെ കുറിച്ച് ഒരു വ്യക്തിയോടെങ്കിലും ഒരു ദിവസം പറയുവാൻ കർത്താവ് സഹായിക്കണം. അങ്ങനെയൊന്ന് നോക്കിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ട് 365 പേരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ ഇടയാകും. ഹല്ലിയ. അങ്ങനെ 10 പേര് അങ്ങനെ ചെയ്താൽ ഒരു വർഷം കൊണ്ട് 3650 പേരോട് യേശുവിനെ കുറിച്ച് പറയാൻ ഇടയാകും. ഹല്ലിയ. ലോകത്തിനകത്ത് വിടുതൽ സംഭവിക്കും, മാനസാന്തരങ്ങൾ സംഭവിക്കും. ഹല്ലിയ. ജാതിയോട് യുദ്ധം ചെയ്യുന്നത് നിൽക്കും. പാപം വിട്ടോടിപ്പോകും. അല്ലെ? പിശാചിന്റെ അധീനതയിൽ നിന്ന് ലോകം പിന്തിരിഞ്ഞ് ക്രിസ്തുവിൻ്റെത് ആകാൻ ഇടയാകും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വലുതാ. ഹല്ലേലൂയ. പൗലോസിന് അത് അറിയാമായിരുന്നു. അത് കാരണം പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം വലിയ വിശ്വാസമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും വലുതാ. ഹല്ലേലൂയ. വെറുതെ വചനം കേട്ട് എൻ്റെ കുടുംബം വിടുവിക്കപ്പെട്ടു, എൻ്റെ ജീവിതം സൂപ്പറായി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നാം ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതും അനുഭവിക്കുന്നതും നമ്മളുടെ അകത്തുനിന്ന് ഇത് പുറത്തു വരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്ന് ദൗത്യം വലുതാ. ഇന്ന് വിളിച്ചു പറഞ്ഞേ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വലുതാ. ഹല്ലേലൂയ. ഞാന്
ഒരു വ്യക്തിയോടെങ്കിലും ഒരു ദിവസം യേശുവിനെ കുറിച്ച് പറയും. അല്ലെ, എനിക്കുണ്ടായ അനുഭവം പറയും. പൗലോസ് പ്രാർത്ഥിച്ചു, എൻ്റെ അകത്ത് കിടക്കുന്ന എന്തെങ്കിലും ഒരു ആത്മീയ ഗുണം നിങ്ങൾക്ക് ലഭിക്കാൻ. അല്ലെ, ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഞാൻ പോകുന്നിടവും എൻ്റെ വീട്ടിൽ വരുന്നിടവും എന്നെ കണ്ടുമുട്ടുന്നവരും ഒക്കെ ദൈവരാജ്യത്തിന്റെ പങ്കാളികളായി തീരുവാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, ആത്മീയ വർദ്ധനവിനാൽ വർദ്ധിച്ച് വരട്ടെ. ഹല്ലേലൂയ. വെറും എന്തോ അടിമകളെ പോലെയല്ല, പക്ഷെ ഞാൻ മക്കളാണ്, ഞാൻ ദൈവത്തിന്റെ ഒരു പവർ ഹൗസ് ആണ്, ഞാൻ ദൈവത്തിന്റെ വലിയ ശക്തി വഹിച്ചു നടക്കുന്ന വ്യക്തിയാണ്, എന്നിലൂടെ ഈ ലോകത്ത് മാറ്റം സംഭവിക്കും എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. ഇന്ന് വിളിച്ചു പറയണം, എന്നിലൂടെ ഈ ലോകത്തിനകത്ത് മാറ്റം സംഭവിക്കും. എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് അറ്റ് വർക്ക് വിതിൻ us. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശക്തി എന്നിലൂടെ പ്രവർത്തിക്കുക. അത് കാരണം എന്നിലൂടെ ലോകത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തിയാൽ നിറയ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം.